ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാനൊരു ചുവട് കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുക് കുറച്ച് ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളി ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് കറിവേപ്പിലയും അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. 1 മിനിറ്റ്, ഒരു കണ്ണാടി പരുവം ആകുന്നത് വരെ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തോരൻ വെക്കാനുള്ള മെയിൻ സാധനം ചേർത്ത് കൊടുക്കുകയാണ്. സവാള കണ്ണാടി പരുവമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക സാധാരണ മെഴുക്കുവരട്ടിക്ക് മുറിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ വലിപ്പത്തിനാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ വേണം. നമ്മൾ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇങ്ങനെ വെട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഹൈ തന്നെയാണ് ഇരിക്കുന്നത്, ഇപ്പോൾ കുറയ്ക്കണ്ട. വെണ്ടയ്ക്കൊരു പശപ്പുള്ളതുകൊണ്ട് ഹൈയിൽ തന്നെ വേണം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണിൽ കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടുന്ന സമയത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അടിക്ക് പിടിക്കാതെയും ശ്രദ്ധിക്കണം. തീ ഹൈയിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക വെന്തോട്ടെ, അതിനുശേഷം നോക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കാണാമോ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. മസാല ഇട്ടു അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തീ കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ പശപ്പൊക്കെ പോയി കഴിഞ്ഞു, വെന്ത് വന്നല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ തോരനുണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്കയ്ക്ക്. ആദ്യം എനിക്കറിയില്ലായിരുന്നു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇത് കഴിച്ചു, അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുമ്പോൾ, എളുപ്പമാണ്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, ഒരുപാട് വഴന്ന് വരേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റുമാണ്. പച്ച മണമൊക്കെ മസാലയുടെ മാറിയിട്ടുണ്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തായിട്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.